friends, welcome back to our English class. So മക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, നമ്മുടെ കഴിഞ്ഞ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലിറ്റിൽ ഹാൻഡ്സ് ബി കറേജ് എന്ന് പറയുന്ന പാഠത്തിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ നോട്ടീസ് റൈറ്റിംഗ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ഇത്തിരി നേരത്തെയാണ് നിങ്ങൾ നോട്ടീസ് എഴുതാൻ പഠിക്കുന്നത്, നിങ്ങൾ പഠിപ്പിക്കുന്നത്. സാരമില്ല, കാരണം നിങ്ങൾക്ക് ന്യൂ ജെൻ ആണ്, നിങ്ങൾ അടിപൊളിയാണ്, വൈബാണ്. സോ എന്താണ് കുറച്ചു കാര്യങ്ങൾ നേരത്തെ എന്ത് ചെയ്യാം, അങ്ങ് പഠിക്കാം. എന്നാൽ 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് എന്താണ് ഇത്തിരി കൂടി അതങ്ങ് എളുപ്പമാവും അല്ലേ. അപ്പോൾ ഒരു നോട്ടീസ് റൈറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ എഴുതുക, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ കാണുന്ന ഒരു നോട്ടീസിന്റെ ഉദാഹരണമാണ്. നമ്മളിത് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുമ്പോൾ എങ്ങനെയാണ് നോട്ടീസ് എഴുതേണ്ടതെന്നുള്ളത് ഫസ്റ്റ് നോക്ക്. നമുക്ക് ഇവിടെ നോക്കാം, 3 ടൈറ്റിൽ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ. ആദ്യം മിസ് എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ഇതിന് ഒന്നൊരു കോളം ആക്കട്ടെ. ഇനി രണ്ടാമത്തെ ഈ ഒരു ഭാഗത്തെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു കോളം ആക്കുന്നുണ്ട്. നോക്ക്, ഫസ്റ്റ് വൺ നോക്കണേ മക്കളെ. നോക്കിയേ, നിങ്ങൾ ഫസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 3 ടൈറ്റിൽസ് ആണ്, ഹെഡിങ്സ് ആണ് അല്ലേ, 3 തലക്കെട്ടുകളാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ആദ്യം നിങ്ങൾ കാണാൻ പറ്റുന്ന ഫസ്റ്റ് വൺ നോട്ടീസ് എന്ന് പറയുന്നത് തന്നെയാണ് എഴുതിയത്, NOTICE നോട്ടീസ്. അപ്പോൾ നമ്മൾ നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, നോട്ടീസ് എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, രണ്ടാമത്തത് ഓണറിങ് അവർ ലിറ്റിൽ ഹീറോ, ഞങ്ങളുടെ കുഞ്ഞു ഹീറോയെ, നമ്മുടെ ലിറ്റിൽ ഹീറോയെ നമ്മൾ ആദരിക്കുന്നു അല്ലേ, ആദരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തത് എന്താണ് നമ്മുടെ പ്രോഗ്രാം, എന്താണ് നമ്മുടെ പ്രോഗ്രാം, എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തത് GLPS ശ്രീപുരം, ആരാണ് പരിപാടി നടത്തുന്നത്. ഇവിടെ GLPS ശ്രീപുരം, ശ്രീപുരത്തുള്ള ഈ സ്കൂളാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിപാടി നടത്തുന്നത്. ഹു ഈസ് ഗോയിങ് ടു കണ്ടക്ട്, ഹു ഈസ് കണ്ടക്ടിങ് ദ പ്രോഗ്രാം, അതാണ് നമ്മൾ ഹെഡിങ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് 3 ഹെഡിങ്സ്. ആദ്യം നോട്ടീസ്, രണ്ടാമത്തത് വാട്ട് ഈസ് ദ പ്രോഗ്രാം, മൂന്നാമത്തത് ഹു ഈസ് കണ്ടക്ടിങ് ദ പ്രോഗ്രാം, ആരാണ് പരിപാടി നടത്തുന്നത്. ഇത് 3 എഴുതി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇവിടെ വേറൊരു കോളം കണ്ടു. ഇതിന് നമ്മൾ നോക്കി എന്താ എഴുതിയത്, നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട്, മന്ത് എഴുതി, ഇയർ എഴുതി, ഏത് ദിവസം, ഏതു മാസം, ഏതു വർഷം. രണ്ടാമത്തത് നമ്മൾ സമയം എഴുതി, സമയം, ഏതു സമയം, രാവിലെ, ഉച്ചക്കാണോ, രാത്രിയാണോ, നമ്മൾ സമയം എഴുതി. മൂന്നാമത്തത് നമ്മൾ എഴുതിയത് വേർ, എവിടെ വെച്ച്, അമ്പട വീര, എവിടെ വെച്ച്, വേർ, എവിടെ വെച്ച്, അതാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ മൂന്നാമത്തത് എഴുതിയത്. ഓക്കെ, അപ്പൊ ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗം ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് എഴുതിയിട്ട് എന്താ പറയാ ഇവിടെ എഴുതാം, വേണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ ഇത് 3 നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇനി നമ്മൾ ഇത് മാത്രം എഴുതിയാൽ മതിയോ, എന്താണ് പരിപാടി നമ്മൾ പറയണ്ടേ, എന്ത് പരിപാടിയാണ് നമ്മൾ പറയണ്ടേ. സോ നോക്കി, ഇവിടെ ഫസ്റ്റ് വൺ, ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നോക്കിയേ, we're happy to invite you to a special program to honor ശ്രുതി. ശ്രുതി എന്ന് പറയുന്ന നമ്മുടെ കൂട്ടുകാരിയെ ആദരിക്കാൻ പോവുകയാണ് നമ്മൾ. The recipient of the ഉജ്ജ്വല ബാല്യം അവാർഡ്, ഉജ്ജ്വല ബാല്യം അവാർഡ് വാങ്ങിയ നമ്മുടെ കൂട്ടുകാരിയെ അനുമോദിക്കുന്ന പരിപാടി, ഓണറിങ് ചെയ്യുന്ന, അവൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന, അവളെ ആദരിക്കുന്ന പരിപാടിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. For developing a learning app for self study, അവൾക്ക് എന്തിനാ അവാർഡ് കൊടുത്തത്, അവൾ പഠിക്കാൻ വേണ്ടി, അതായത് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി, സ്വയം പഠിക്കാൻ വേണ്ടി ഒരു ലേണിംഗ് ആപ്പ് എന്ത് ചെയ്തു, അവൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ലേണിംഗ് ആപ്പ് തന്നെ അവൾ എന്ത് ചെയ്തു, അവൾ ക്രിയേറ്റ് ചെയ്തു. ദി പ്രോഗ്രാം വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ദ ഓണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റാരുമല്ല, ആരെ ഉദ്ഘാടനം ചെയ്യുന്നത്, ഓണറബിൾ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഓൾ ആർ വെൽക്കം. നോക്ക്, ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം. നമ്മളൊരു വരി, ഇവിടെ ഒരു സ്പേസ് നമ്മൾ വിട്ടു, സ്പേസ് വിട്ടിട്ട് മിസ് അവിടെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, വിട്ട് നമ്മൾ എന്ത് എഴുതി, ഓൾ ആർ വെൽക്കം ടു ദ പ്രോഗ്രാം, എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം എന്ന് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ എഴുതി. ഓക്കെ, ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് അതിനുശേഷം നമ്മൾ ആരാ നോട്ടീസ് തയ്യാറാക്കിയത് നോക്കണ്ടേ, who prepared, ആരാ തയ്യാറാക്കിയത്,
ഹെഡ് മാസ്റ്റർ ആണ്. അതും നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. ആരാണ് തയ്യാറാക്കിയത്? നോട്ടീസ് തയ്യാറാക്കിയ തീയതി എന്നാണ്, എവിടെ വെച്ചിട്ട്, ആ ശ്രീപുരത്ത് വെച്ചിട്ട് തയ്യാറാക്കിയ തീയതി നമ്മൾ എഴുതണം. 1 ജാനുവരി 2025. ഇത് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പം നമ്മൾ നോട്ടീസ് ആര് തയ്യാറാക്കി, ഏത് ഡേറ്റിൽ തയ്യാറാക്കി, എവിടെ വെച്ച് തയ്യാറാക്കി, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മളിവിടെ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ മാറ്റർ പറഞ്ഞു. എന്താ മാറ്റർ? മാറ്റർ എന്ന് പറഞ്ഞാൽ വിഷയം. ഓക്കെ, വിഷയം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി തയ്യാറാക്കിയത് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഫോമാറ്റ് കംപ്ലീറ്റ് നമ്മളിവിടെ പറഞ്ഞു. ആദ്യം നമ്മൾ 3 ഹെഡിങ് എഴുതണം, പിന്നെ നമ്മൾ ഡേറ്റ്, മന്ത്, ഇയർ എഴുതണം, സമയം എഴുതണം, വെന്യൂ എഴുതണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ സാലുട്ടേഷൻ എഴുതി അല്ലേ? സാലുട്ടേഷൻ നമ്മൾ എഴുതി ഡിയർ ഫ്രണ്ട്സ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, സാലുട്ടേഷൻ കൊടുത്തു. ഇവിടെ കൺക്ലൂഷൻ ഒക്കെ കൊടുത്തു. ആരാ എഴുതിയത് വരെയും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, നമ്മളൊരു നോട്ടീസ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കും. നമ്മളെ പാഠത്തില് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് ഉദാഹരണം പഠിക്കാം. ആ ഉദാഹരണം മിസ് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, ഇപ്പൊ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾ എന്ത് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു നോട്ടീസ് എഴുതുക എന്നുള്ളത് നിങ്ങൾ പഠിക്കാം. ഓക്കെ ആണോ? അത് അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഐ വിൽ ബി ടീച്ചിങ് യു എങ്ങനെയാണ് നമ്മുടെ പാഠത്തിൽ നിന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ നോട്ടീസ് എഴുതുക എന്നുള്ളത്. ഓക്കെ, സോ വി സ്റ്റോപ്പ് യുവർ. താങ്ക് യു.